കണ്ടാൽ പേടിക്കുന്ന പ്രതിപക്ഷ നേതാവല്ല, ട്രംപിന്റെ മുന്നിലല്ല, ഏത് ലോകരാഷ്ട്ര തലവന്റെ മുന്നിലും ഭാരതത്തിന്റെ നിലപാട് പറയാൻ കരുത്തുള്ള പ്രധാനമന്ത്രിയാണ് ഭാരതത്തിന് ഉള്ളത്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചവർ എത്ര പേരുണ്ട് സാർ? ഇത് പാർട്ടി ക്ലാസ്സുകളിൽ നേതാക്കന്മാർ ഇപ്പോഴും ചോദിക്കണം, നിങ്ങൾ എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന്. എല്ലാവരും വായിക്കണം. ബഹളം ഉണ്ടാക്കിയിട്ടൊന്നൊരു കാര്യമില്ല. കൂവി വിളിച്ചൊന്നും ഒരു രാജ്യത്തെ ഒരു സാമൂഹ്യ വ്യവസ്ഥ ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ. അല്ല, വെറുതെ ഒരു സർക്കാർ വന്നു അപ്പോൾ ഞങ്ങൾ നവോത്ഥാനമാണ്. നിങ്ങൾ എഴുന്നേറ്റിട്ട് ഇരിക്കുന്നതാണോ നവോത്ഥാനം? അല്ല, ഇരുന്നിട്ട് എഴുന്നേറ്റതാണോ? ഇതൊക്കെ ചുമ്മാ അതോ അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്തവർ പറഞ്ഞു കൊടുക്കുന്ന എഴുതി വെക്കുകയാണ്, പ്രസംഗിക്കാണ് നടന്നത്. അതൊന്നുമല്ല നവോത്ഥാനം. വളരെ നിർഭാഗ്യകരമായ സമീപനമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അദ്ദേഹം പ്രശ്നത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാതെ ഒരു മുഖവുര പറഞ്ഞു നിർത്തുന്ന നിലയാണ് സ്വീകരിച്ചത് എന്നാണ് തോന്നുന്നത്. എന്തിനാണ് ഇപ്പൊ വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത്? അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. പെട്രോൾ ഡീസൽ വില വർധനവ് അതീവ ഗുരുതരമായ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നു. ഇത് സംഭവിച്ചത് എണ്ണവിലയുടെ പൂർണ്ണ നിയന്ത്രണാധികാരം ഒരു കാലത്ത് കേന്ദ്ര ഗവൺമെന്റ് കയ്യിലായിരുന്നു. ആ അധികാരം ഉപേക്ഷിച്ച് എണ്ണ കമ്പനികൾക്ക് ആ അധികാരം നൽകിയത് പഴയ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ കാലത്തായിരുന്നു. കോൺഗ്രസ് തുടങ്ങിവെച്ചത് BJP അതിശക്തമായി തുടരുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും മുഖ്യമന്ത്രി രാജിവെക്കണം. വെനിസ്വലയിൽ നിന്നും റഷ്യയിൽ നിന്നും നമ്മൾ എണ്ണ ഇറക്കുമതി ചെയ്തിരുന്നു. സർ, എന്തിനാണ് അത് നിർത്തിവെച്ചത്? അമേരിക്കക്ക് ട്രംപിന് ഇഷ്ടമല്ല എന്ന് വന്നപ്പോൾ അത് നിർത്തുകയാണ് ചെയ്തത്. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നടിച്ചു മാറ്റിയതാ. ഇതില് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന സമീപനത്തെ കുറ്റപ്പെടുത്താൻ തയ്യാറാകണ്ടേ? കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാൻ തയ്യാറാവണ്ടേ? ഈ നിലപാട് സ്വീകരിക്കുന്നത് നമുക്കുണ്ടാക്കുന്ന പ്രയാസങ്ങൾ ശരിയായ രീതിയിൽ ശ്രദ്ധയിൽപ്പെടുത്താൻ തയ്യാറാകണ്ടേ? ഇത്രയും പിള്ളേരെ എന്റെ കരിയർ ഞാൻ കണ്ടിട്ടില്ല. സ്പീക്കർ അനുവദിച്ച ഒരു കാര്യത്തെ സംബന്ധിച്ച് ചില നിലപാടുകൾ പറയാൻ അവസരം സ്പീക്കർ തന്നിട്ടുണ്ട്. എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. കേന്ദ്ര ഗവൺമെന്റ് കാലാകാലങ്ങളിൽ കൊടുത്തിട്ടുള്ള നരേന്ദ്രമോദിജിയുടെ ഗവൺമെന്റ് രണ്ട് ഗവൺമെന്റിനെയും കാലഘട്ടത്തിൽ കൊടുത്ത കണക്കനുസരിച്ച് ഇവിടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. കേന്ദ്രം ഒരു വിവേചനവും കാണിക്കുന്നില്ല എന്ന് ബഹുമാനായ മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിന് കൊടുത്ത് വരുന്ന നികുതിയെ സംബന്ധിച്ച്, അതിന്റെ വർധനവിനെ സംബന്ധിച്ചും ബഹുമാനായ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു സംസ്ഥാനത്തിന് അർഹതപ്പെട്ട എല്ലാ കാര്യങ്ങളും കേന്ദ്ര ഗവൺമെന്റ് കൃത്യമായും കൊടുക്കുന്നുണ്ട്. ഇവിടെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം പറഞ്ഞു, അമേരിക്കൻ ബസിനെ കണ്ടാൽ പേടിക്കുന്നതാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എന്ന്. ED കണ്ടാൽ പേടിക്കുന്ന പ്രതിപക്ഷ നേതാവല്ല, ED കണ്ടാൽ പേടിക്കുന്ന പ്രതിപക്ഷ നേതാവല്ല, ട്രംപിന്റെ മുന്നിലല്ല, ഏത് ലോകരാഷ്ട്ര തലവന്റെ മുന്നിലും ഭാരതത്തിന്റെ നിലപാട് പറയാൻ കരുത്തുള്ള പ്രധാനമന്ത്രിയാണ് ഭാരതത്തിന് ഉള്ളത്. ശ്രീ ജി സുധാകരൻ സാർ 8 മിനിറ്റ് ഇരിക്കുന്നുണ്ട്. എന്നാ പിന്നെ താൻ തന്നെ ഉണ്ടാകും. ഒരംഗത്തെ പ്രസംഗിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ഉടൻ പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിക്കുന്ന ഏത് വകുപ്പ് പ്രകാരമാണെന്ന് അങ്ങ് പറയണം. ഞാൻ കൈകൊട്ടലിന് വേണ്ടി ഒന്നും പറയുന്നതല്ല. ഞാനൊരു സ്വതന്ത്രനായ ഒരു ജനകീയ MLA ആണ്. എന്നെ നിങ്ങൾ വിളിച്ചതിന് ശേഷം 3 തവണ എനിക്ക് വിളിക്കേണ്ടി വന്നു. ഒന്നും ശരിയായ കാര്യമല്ല. പറയേണ്ടവർക്ക് വേറെ സഭയുണ്ട്, അപ്പോൾ പറയണം. അങ്ങനെയാണ് എല്ലാം ഒരുമിച്ച് പറഞ്ഞ് ഞങ്ങൾ തീർക്കണം. വാശി പിടിക്കരുത്. അടവുപരമായിട്ടുള്ള നയം സ്വീകരിക്കുന്നത് എങ്ങനെയെന്ന് ലോകത്തിലെ വിപ്ലവ പ്രസ്ഥാനങ്ങളെ പഠിപ്പിച്ചത് മഹാനായ ലെനിനാണ്. 1 സ്റ്റെപ്പ് ഫോർവേഡ് 2 സ്റ്റെപ്സ് ബാക്ക്വേഡ് എന്നാണ്. 1 സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുമ്പോൾ 2 സ്റ്റെപ്പ് പുറകോട്ട് വയ്ക്കണം. ആ ലെനിൻ്റെ അടവ് നയം CPM മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആ മഞ്ഞക്കുറ്റി അപ്പോൾ തന്നെ അവർ തന്നെ ഊരുമായിരുന്നു. ശവത്തി കുത്തരുത്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ. നന്നായി. 1 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു പോയി, 2 സ്റ്റെപ്പ് പുറന്നോട്ട് വെക്കണം. ആ മഞ്ഞക്കുറ്റി ഇപ്പോൾ നാട്ടുകാർ ഊരിയില്ലേ? അതിന് നമ്മൾ വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല. ആലോചിക്കാതെ കാണിച്ച വേണ്ടാധീനമാണത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർമാർക്ക് പോലും, അന്ന് ഞാൻ പാർട്ടിക്കകത്ത് തന്നെ ഉള്ള ആളാണ്, ആർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ആ അടുക്കളയിൽ കൊണ്ടിടുക. ഒരു സ്ത്രീയെ, ഒരു ക്രിസ്ത്യൻ ലേഡിയാണ്, അവരെ കാലിൽ പിടിച്ച് വലിച്ച് കൊണ്ടുപോകുന്ന കഴിഞ്ഞ ദിവസം ടെലിവിഷനിൽ കാണിച്ചു. സാർ, ഇങ്ങനെയൊക്കെ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരുത്തില്ല തിരികെ. അങ്ങനെ ഒരു ഗവൺമെൻറ് തിരിച്ചു വരില്ല. അത് ലോകത്തിൻ്റെ ചരിത്രമാണ്. ഇത്രയൊക്കെ കേട്ടിട്ടും
എനിക്കൊന്നും മനസ്സിലായില്ലടാ പുല്ല്. ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല, വരാനുള്ളത് വഴി തങ്ങില്ല. ഇതങ്ങനെയല്ലല്ലോ, വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തിയതല്ലേ. അതാ ഞാൻ പറഞ്ഞത്, 1 സ്റ്റെപ്പ് ഫോർ, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു. ആ സ്റ്റെപ്പ് ശരിയല്ലെങ്കിൽ 2 സ്റ്റെപ്പ് പുറത്തോട്ട് വെക്കണം. അതെല്ലാ പ്രസ്ഥാനങ്ങളും മനസ്സിലാക്കേണ്ട കാര്യമാണ്. സാർ, ഇവിടെ ഈ പ്രസംഗത്തിൽ അദ്ദേഹം പൊതുജനാരോഗ്യ സംവിധാനം, ഊർജ്ജസ്വലമായ സാംസ്കാരിക ധാർമ്മികത, പ്രബുദ്ധമായ സമൂഹം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. പക്ഷേ അടുത്ത കാലത്ത് അത് താഴ്ചയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നത് പറയുന്നുണ്ട്. സാർ, താഴ്ചയുടെ ലക്ഷണമല്ല, അത് പാതാളത്തോളം താന്നിരിക്കുകയാണ് കേരളത്തിൽ. അതിവിടുത്തെ തത്വചിന്തകന്മാരും ബുദ്ധിജീവികളും മനസ്സിലാക്കുന്നില്ല. കാരണം ബുദ്ധിജീവികളിൽ ഭൂരിപക്ഷവും രാഷ്ട്രീയമായ പാർട്ടികളുടെ കാല് തക്കി എന്തെങ്കിലും കാര്യം സാധിക്കാൻ നടക്കുന്നവരാണ്. അവർ ചിന്തിക്കുന്നില്ല. ചിന്തകന്മാരുണ്ട്. സുമാരടിക്കണപ്പുള്ളവരിപ്പോൾ ഉണ്ടോ? സാനുമാഷ പോലുള്ളവരുണ്ടോ? ഇപ്പോൾ ഇവരാരും ഇപ്പോൾ ഇല്ലല്ലോ. അതെല്ലാം ഞങ്ങളെല്ലാം ഇടതുപക്ഷക്കാർ പ്രത്യേകിച്ച് ബഹുമാനിച്ചു തന്നവരാണ് അവരെ എല്ലാവരെയും. പഴയ സോഷ്യലിസത്തിൻ്റെ ആ രീതിയിൽ മാത്രമല്ല, സോഷ്യൽ ഡെമോക്രസിയുടെ അംശം അതിനകത്ത് ചേർത്തിട്ടുണ്ട് അവർ. നമ്മുടെ രാജ്യം സോഷ്യൽ ഡെമോക്രസിയാണ്. ആ സോഷ്യൽ ഡെമോക്രസിയെ സോഷ്യാലിസ്റ്റ് ഡെമോക്രസിയാക്കി, പീപ്പിൾസ് ഡെമോക്രസിയാക്കി മാറ്റാനുള്ള പ്രവർത്തനമാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്നത്. അതാണോ ഇപ്പോൾ നടക്കുന്നത്? ആണോ CPI ഓണേ? നിങ്ങൾ ഞങ്ങൾക്ക് SFIയുടെ പ്രസിഡന്റ് ആയിരുന്ന ആളല്ലേ? അതാണോ നടക്കുന്നത്? അതിനെപ്പറ്റി അറിയാവുന്ന എത്ര പേരുണ്ട് സാർ? കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചവർ എത്ര പേരുണ്ട് സാർ? ഇത് പാർട്ടി ക്ലാസ്സുകളിൽ നേതാക്കന്മാർ ഇപ്പോഴും ചോദിക്കണം, നിങ്ങൾ എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന്. എല്ലാവരും വായിക്കണം. ബഹളം ഉണ്ടാക്കിയിട്ടൊന്നൊരു കാര്യമില്ല. കൂവി വിളിച്ചൊന്നും ഒരു രാജ്യത്തെ ഒരു സാമൂഹ്യ വ്യവസ്ഥ ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ. ഒരു ജോലിയും ചെയ്യാൻ കഴിവില്ലാത്തവൻ ഒരു ദിവസം രാവിലെ ഒരു കൊടിയും പൊക്കി പിടിച്ച് തൊണ്ട കയറി അലറാൻ തുടങ്ങുന്ന നല്ല രാഷ്ട്രീയം. നിന്നെപ്പോലുള്ള യൂസ്ലെസ്സുകളാ രാഷ്ട്രീയത്തിന്റെ മാന്യത കളഞ്ഞത്. മനസ്സിലായോ? ധവള പത്രമൊന്നും ഞാൻ പറയുന്നില്ല. കറുത്ത ബഷീറാളും അടിക്കുന്നത് വെളുത്ത പേപ്പറാണ്. അതിവിടെ ഇറക്കണം സാർ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അത് ധനകാര്യമന്ത്രി കൂടിയല്ലേ, അങ്ങ് ഇറക്കണം. ഇറക്കാൻ പറ്റും. ഈ നാടറിയട്ടെ സാർ. ആലപ്പുഴയിലെ തോട്ടപ്പള്ളിയിൽ കോടാനുകോടി രൂപയുടെ കരിമണൽ കൊള്ള നടക്കുകയാണ് വർഷങ്ങളായി. കഴിഞ്ഞ 15 വർഷത്തെ കരിമണൽ കൊള്ള അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ വെക്കാൻ ഈ ഗവൺമെൻറ് തയ്യാറാകണം. ആ പണം ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കയ്യിൽ പോയി, ആരൊക്കെയാണ് ദല്ലാളന്മാർ, അതെല്ലാം വെളിയിൽ കൊണ്ടുവരണം. അത് കോടാനുകോടി മൂല്യമുള്ള ഒരു സാധനമാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ. അതിനെപ്പറ്റി അന്വേഷിക്കണം സാർ. എന്നാ പിന്നെ നെറുകം തലയിൽ ഒരു ശൂലവും കയറ്റി എന്റെ നെഞ്ചത്തൊരു തേങ്ങ അടിച്ച് വായി കുറച്ച് പച്ചരിയും കൂടെ വാരിയിട്. സാർ, നമ്മൾ നവകേരളം, നവോത്ഥാന കേരളം എന്നൊന്നും മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. നവോത്ഥാനം എന്ന് പറഞ്ഞാൽ പുതിയൊരു ഉണർവെന്നാണ് അതിൻ്റെ അർത്ഥം. പുതിയൊരു ഉത്ഥാനമാണ്. അല്ല വെറുതെ ഒരു സർക്കാർ വന്നു അപ്പം ഞങ്ങൾ നവോത്ഥാനമാണ്. നിങ്ങൾ എഴുന്നേറ്റിട്ട് ഇരിക്കുന്നതാണോ നവോത്ഥാനം? അല്ല, ഇരുന്നിട്ട് എഴുന്നേറ്റുന്നതാണോ? ഇതൊക്കെ ചുമ്മാതെ അതോ അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്തവർ പറഞ്ഞു കൊടുക്കുന്ന എഴുതി വെക്കുകയാണ്, പ്രസംഗിക്കാണ് നടന്നത്. അതൊന്നുമല്ല നവോത്ഥാനം. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല? ഇവിടെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, ശ്രീ സതീശൻ പറഞ്ഞു, ഈ കേരളത്തെ നമുക്ക് മാറ്റിപ്പണിയണം. ഇതുവരെയുള്ള എല്ലാ നല്ല കാര്യവും എടുക്കണം. EMS ഗവൺമെൻറ് കാലത്ത് എത്ര നല്ല കാര്യങ്ങളാണ് 2 ഗവൺമെൻറ്റിലും. US ഗവൺമെൻറ് കാലത്തല്ലേ കർഷകത്തൊഴിലാളിക്ക് തൊഴിലില്ലായ്മ വേതനം കൊടുത്തത്? അച്യുതമേനോൻ്റെ കാലത്തല്ലേ ശാസ്ത്ര സർവകലാശാല, കാർഷിക സർവകലാശാല, ഇതെല്ലാം വന്നത്. ഇതിൻ്റെ എല്ലാം നന്മ കൊണ്ട് വളർന്ന ഈ കേരളം ആരുടെയും കുത്തകയല്ല. ആരും അതിൻ്റെ കുത്തക അവകാശപ്പെടരുത്. അത് നമ്മുടെ പൊതുസ്വത്താണ്. ആ പൊതുസ്വത്തിനെ സാംസ്കാരികം, സാമ്പത്തികം, രാഷ്ട്രീയം, സാമൂഹ്യം, വിദ്യാഭ്യാസം, ഈ എല്ലാ മേഖലയിലുള്ള പൊതുസ്വത്തിനെ സംരക്ഷിക്കാൻ കഴിയാത്തവർ രാഷ്ട്രീയ രംഗത്ത് നിൽക്കരുത്. പറഞ്ഞേക്കണം അവരെ, ജനങ്ങൾ വരെ പറഞ്ഞേക്കണം. അവർക്ക് അവകാശമില്ല. കേരളം ഇനി പഴയ പോലെ പോകാൻ പറ്റില്ല. അഴിമതി കാണിച്ചുകൊണ്ട് അഴിമതി ഇല്ലാതെ പറഞ്ഞ് പ്രസംഗിക്കുന്നതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. എല്ലാം പെട്ടെന്നാണല്ലോ ഈശ്വര.